ഹലോ, ഇതൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആട്ടോ. അത് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ മോൾക്ക് കാച്ചി കൊടുക്കാറുള്ളതാട്ടോ. ഇതുപോലെ ഒരു 3-4 മാസമായിട്ട് ഞാൻ അവൾക്ക് ഈ ഹെയർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം അവൾക്ക് മുടി നന്നായിട്ട് വളരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ ഞാൻ മെയിനായിട്ട് എടുത്തേക്കുന്നത് കറിവേപ്പില കേട്ടോ. പിന്നെ തുളസി എടുത്തിട്ടുണ്ട്. പിന്നെ മോൾക്കായതുകൊണ്ട് ഒരു 3-4 പനിക്കൂർക്കയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ കരിഞ്ചീരകം, ഉലുവ, പിന്നെ മഞ്ചിഷ്ട ഇതുകൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും. പിന്നെ അലോവേരയും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഞാനെപ്പോഴും ഉണ്ടാക്കുമ്പോൾ 500 ml തന്നെ കണക്കാക്കിയിട്ട് ഉണ്ടാക്കാറുള്ളൂ. ഞാനപ്പോൾ നാടൻ വെളിച്ചെണ്ണ എടുക്കാറ്. ഇതിന് നാടൻ വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇത് ഞാൻ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയതാണ്. അപ്പോൾ എങ്ങനെയാലും ഒരു 2 മാസത്തോളം ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല, ഒന്നരാടം വെച്ച് യൂസ് ചെയ്യാറുള്ളൂ. അത്യാവശ്യം അടികട്ടിയുള്ള പാത്രത്തിനകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. തിളച്ച് വരണതിന് മുന്നായിട്ട് തന്നെ ഞാനിതിലേക്ക് ചെമ്പരത്തിയുടെ പൂവ് ഇടാറുണ്ട്. അത് അത്യാവശ്യം കളർ മാറി വരുന്നതിന് ശേഷമാണ് ഞാൻ ബാക്കി നമ്മൾ അരച്ച് വെച്ച എല്ലാനും കൂടി ഇടുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിലായിരിക്കുമ്പോഴാണ് ഞാൻ അടിച്ച് വെച്ചതെല്ലാം ഇടുന്നത്. അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു 20-25 മിനിറ്റോളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ നന്നായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനും ഈ ഓയിൽ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ എൻ്റെ മുടിക്കും നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഓക്കെയാണ് ഈ ഓയിൽ. ഇത് കരിഞ്ഞ് പോകാണ്ട് തന്നെ എടുക്കണം കേട്ടോ. കരിയണയ്ക്ക് മുന്നായിട്ട് തന്നെ നമ്മളത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണേ. ഈ ഓയിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോഴേ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. എണ്ണ കാച്ചിൻ്റെ നല്ലൊരു സ്മെല്ല് വരെ. ഇപ്പം ഇതിൻ്റെ കളർ നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോഴേക്കും ഞാൻ നിർത്താറുണ്ട്. ഇത് ചൂടാറിയിട്ട് വേണം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അവൾക്ക് ഏകദേശം ഇത്രത്തോളം മുടി വളർന്നായിരുന്നു കേട്ടോ. അവൾക്കിപ്പോൾ ഇത്രയും മുടിയില്ല. 4 വയസ്സായി കുട്ടിക്ക് ഇത്രയും മുടി വേണ്ട, ഇപ്പോഴേ മുടി വളർത്തണ്ടെന്ന് എല്ലാവരും പറഞ്ഞ് അവളുടെ മുടി ഞാൻ മുറിച്ചു. ഇനിയിപ്പോൾ എന്തായാലും മുടി ഞാൻ വെട്ടാൻ തീരുമാനിച്ചിട്ടില്ല, അങ്ങോട്ട് വളർത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചേക്കണേ. നന്നായി ചൂടാറിയതിന് ശേഷം ഇതുപോലെ വെള്ളമില്ലാത്തൊരു പാത്രത്തിനകത്ത് നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഞാനിതുപോലെ പാത്രത്തിന് ചുറ്റും ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെയായിട്ട് അരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാകുമ്പോൾ വേറെ ആരുടെയും സഹായം നമുക്ക് വേണ്ട, തന്നെയേ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണേക്ക് മുമ്പ് ഞാൻ എണ്ണ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തതാണ്. ഞാനപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് വോയിസ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അവിടെ വെച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. വോയിസ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് എൻ്റെ വോയിസ് കൊടുക്കുന്നത്. എൻ്റെ വീട് റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ നല്ല വണ്ടികളുടെ ശബ്ദം, എന്തോരം നോക്കിയിട്ടും വണ്ടികളുടെ ശബ്ദമില്ലായിട്ട് വോയിസ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. വണ്ടികളുടെ ശബ്ദമൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഈ എണ്ണ ട്രൈ ചെയ്ത് നോക്കട്ടോ. അതോ നിങ്ങൾ വേറെ ഏതെങ്കിലും എണ്ണ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം എണ്ണ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. നല്ലപോലെ വെളിച്ചെണ്ണ വാച്ചിട്ട് കുപ്പിലേക്ക് കളയാതെ വെളിച്ചെണ്ണ ഒഴിക്കണം. ഈ എണ്ണ നല്ലപോലെ തലയിൽ തേച്ചിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ മുടി കുളിക്കണം. നിങ്ങളും ഈ വെളിച്ചെണ്ണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലപോലെ നിങ്ങൾക്ക് മുടി വളരണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ഒന്നും കൂടിയും പറയണം. ഞാനിതിൻ്റെ വോയിസ് കൊടുക്കുമ്പോൾ അവൾ എന്നെ കൂടിയുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും പറയണമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് പറയിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ട്രൈ ചെയ്യാം കേട്ടോ. ഞാനും ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണിത്. അപ്പോൾ എങ്ങനെയുണ്ട്, മുടി വളരുന്നുണ്ടോ, അല്ലെങ്കിൽ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ മുടി കൊഴിച്ചിൽ നല്ലപോലെ കുറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് മുടി കൊഴിച്ചിൽ കുറയുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയണം കേട്ടോ കമൻറ്റിൽ. 500 ml എടുത്തിട്ട് ഇത്രയും വെളിച്ചെണ്ണയാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.